മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന സമുജ്വലമായിട്ടുള്ളൊരു വരിയുണ്ട്. ചിലപ്പോൾ എൻ്റെ ചില പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഓട്ടോബയോഗ്രഫിയിലെ ചില വരികളും എല്ലാം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, സാറ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ അവരോടെല്ലാം ഞാൻ പറയാറുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാചി. അധർമ്മം കൊടികുത്തി വാഴുന്ന ഹസ്തിനപുരത്ത് രാജസദസ്സില് ഒരു സ്ത്രീയുടെ ഡ്രസ്സ് ഉരിഞ്ഞ ഒരു സദസ്സില് ആ സ്ത്രീയുടെ സാരി വലിച്ചു മാറ്റിയപ്പോൾ രാജാവിനെ ഭയന്ന് സൈലന്റായിട്ട് നിന്ന ശ്രേഷ്ഠന്മാരുള്ള സദസ്സില് ഒരു രാഷ്ട്രത്തില് അധർമ്മം കൂടികുത്തി വാഴുന്ന സമയത്ത് ആ രാഷ്ട്രത്തിന്റെ ഭരണം ധാർമ്മിക ബന്ധാവിലേക്ക് പോകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവര് അതിനുവേണ്ടി സാമദാന ഭേദ ദണ്ഡത്തിന്റെ ലെവൽ വരെ എത്തി അധർമ്മത്തെ ഒരു രാഷ്ട്രത്തിൽ ഇല്ലാതെയാക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യലാണ് ക്ഷത്രിയ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞവര് ആ ദൗത്യത്തിന് ഒരുമ്പെടുന്നതിനിടയ്ക്ക് തളർന്നുപോയ അർജുനനോട് നിന്റെ ദൗത്യം മുമ്പിലുള്ള ബന്ധുക്കളെയോ ആചാര്യന്മാരെയോ പിതാമഹന്മാരെയോ വധിക്കലല്ല, മറിച്ച് അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കണമെങ്കിൽ അധർമ്മം ചെയ്യുന്നവരെ ഇല്ലാതെയാക്കണം. അധർമ്മം വായുവിൽ അതേപോലെ നിലനിൽക്കില്ല, ധർമ്മവും വായുവിൽ നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ധാർമ്മികമായി ജീവിക്കുന്നവരിലൂടെ ധർമ്മം നിലനിൽക്കുന്നു, അധാർമികമായി ജീവിക്കുന്നവരിലൂടെ അധർമ്മം നിലനിൽക്കുന്നു. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നവർ ധർമ്മം ചെയ്യുന്ന വഴിയിലേക്ക് വരാൻ സന്നദ്ധരല്ല എങ്കിൽ ലോക നന്മയ്ക്ക് അധർമ്മം ചെയ്യുന്നവരെ ഇല്ലാതെയാക്കൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യിപ്പിച്ച ആ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, നീയാണ് യുദ്ധം ചെയ്യുന്നതെന്നും രാജ്യഭരണത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നും അധികാര കസേരയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ തിളങ്ങി വിളങ്ങി രാജാവാണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്നും ധരിക്കല്ലേ. അങ്ങനെ ലോക ജനത നിന്നെ കുറ്റപ്പെടുത്തുമെന്നും നീ ധരിക്കല്ലേ. മറിച്ച് ഈ കർമ്മം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാചി. സവ്യസാചി, എൻ്റെ പ്രിയപ്പെട്ടവനെ, സുഹൃത്തെ, മിത്രമേ എന്നൊക്കെ അർത്ഥാണ് സവ്യസാചി. നിമിത്തമാത്രം ഭവ, നീ പ്രകൃതിയുടെ കയ്യില് ഒരു ഉപകരണം മാത്രമാണ്, നിമിത്തമാണ് എന്ന് ധരിച്ച് അതായിത്തീരാൻ ശ്രമിക്കുക. നീ ഒരു ഉപകരണമായി തീരാൻ ശ്രമിക്കുക. അതിൽ കൂടുതലൊന്നും നീ ചിന്തിക്കേണ്ട. നമ്മളെല്ലാം ഈ പ്രകൃതിയുടെ കയ്യിൽ ഒരു ഉപകരണമാണ്. വി ആർ ദ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഒമ്നിപൊട്ടന്റ് ഒമ്നിപ്രസന്റ് ഡിവൈൻ പവർ. ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ കൈകളില് നമ്മളൊരു ഉപകരണം മാത്രമാണ്. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഹിഡൻ അജണ്ട ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ഏറ്റെടുത്ത ദൗത്യം, എന്നെ ഏൽപ്പിച്ച ദൗത്യം മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള വിധത്തിൽ പ്രകൃതി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ദൗത്യബോധത്തോടുകൂടി, മിഷൻ ഓറിയന്റഡ് വിഷനോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു ധന്യമായിട്ട് അനുഭവമായിരിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാനല്ല അത് ചെയ്യുന്നത്, എന്നെ കൊണ്ട് ഈ പ്രകൃതി ഈശ്വരൻ ചെയ്യിക്കുകയാണ്, അതിലെനിക്ക് പ്രത്യേകിച്ച് ഹിഡൻ അജണ്ടയൊന്നുമില്ല എന്ന രീതിയിൽ അതൊന്ന് ചെയ്തു നോക്കൂ. എന്ത് ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഓർമ്മിക്കുക, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അല്ലയോ അർജുന, നീ ഒരു ഉപകരണം മാത്രമാണെന്ന് തീരുമാനിക്കുക. നീ ഒരു നിമിത്തമായി തീരുക, നീ ഒരു ഉപകരണമായി തീരുക പ്രകൃതിയുടെ കയ്യിൽ. അതിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും എല്ലാം ഉണ്ടാവും എന്നുകൂടി ചിന്തിക്കുക എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.